ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ +2 മാത്തമാറ്റിക്സ് ക്രിസ്മസ് എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ തേർഡ് പാർട്ടാണ് ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ക്വസ്റ്റ്യൻ നമ്പർ 13 വരെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോയിൽ ക്വസ്റ്റ്യൻ നമ്പർ 14 മുതലാണ് ചെയ്യാൻ പോകുന്നത്. അതിനു മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ വീഡിയോ യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. 14th question, solve the differential equation x square plus 1 into dy by dx plus 2xy equal to square root of x square plus 4. ഇതും എല്ലാവരെയും കുഴപ്പത്തിലാക്കിയ ഒരു ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു. ഇതൊക്കെ ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ടെക്സ്റ്റിൽ പറയുന്ന ഒരുവിധം എല്ലാ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസും ചെയ്തു നോക്കുക. ഒരു തവണയെങ്കിലും എക്സാമിനേഷന് മുന്നേ ചെയ്ത് നോക്കിയെങ്കിൽ മാത്രമേ ഇതൊക്കെ ചെയ്യാൻ കിട്ടുകയുള്ളൂ. +2 സിലബസിലുള്ള ഒരുവിധം എല്ലാ ചാപ്റ്റേഴ്സിലും കുറേയേറെ ഇക്വേഷൻസ് നമുക്ക് കാണാതെ പഠിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ അത് ചെയ്യുന്ന ആ മെത്തേഡ്, എങ്ങനെയാണ് നമ്മൾ ഉത്തരത്തിലേക്ക് എത്തുന്നത്, അത് ഒരു തവണ വായിച്ചത് കൊണ്ടോ ഒരു പ്രാവശ്യം ചെയ്തു നോക്കിയത് കൊണ്ടോ നമുക്ക് കിട്ടിക്കൊള്ളുന്നില്ല. നമ്മൾ എത്ര തവണ റിപ്പീറ്റ് ചെയ്ത് ചെയ്യുന്നോ അത്രയും നമ്മൾ ആ ടോപ്പിക്കിൽ തറവായിരിക്കും. അതുകൊണ്ട് തന്നെ എക്സാമിനേഷന് മുന്നേ മാക്സിമം തവണ നിങ്ങൾ ഓരോ ചാപ്റ്റേഴ്സും റിവിഷൻ ചെയ്തിരിക്കണം. ഇനി ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യുമെന്ന് നോക്കാം. ഫസ്റ്റ് റൈറ്റ് ദ ഗിവൺ ഇക്വേഷൻ. ഗിവൺ ഇക്വേഷൻ ഈസ് x square plus 1 into dy by dx plus 2xy equal to square root of x square plus 4. This equation can be written as dy by dx plus 2x by x square plus 1 into y, that is equal to square root of x square plus 4 divided by x square plus 1. സോ ഇത് ഈസ് എ ലീനിയർ ഇക്വേഷൻ. സോ ഇത് സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പിയും ക്യൂവും കണ്ടിട്ട് ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടതിന് ശേഷമാണ് നമ്മൾ സോൾവ് ചെയ്യുക. സോ ഹിയർ പി ഈസ് ഈക്വൽ ടു ഈ ടേം 2x ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് 1 ആൻഡ് ക്യൂ ഈസ് ഈക്വൽ ടു RHSലുള്ള ടേം സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 4 ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് 1 എന്ന് എഴുതാം. ഇനി ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കാണാം. ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കാണാൻ ആദ്യം ഇൻ്റഗ്രൽ പി ഡി എക്സ് കാണാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് 2x ബൈ എക്സ് സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു ഡി എക്സ്. ഇനി എക്സ് സ്ക്വയർ പ്ലസ് 1ൻ്റെ ഡെറിവേറ്റീവാണ് മുകളിൽ കിടക്കുന്ന 2x. ദെർഫോർ ദ ഇൻ്റഗ്രേഷൻ്റെ ആൻസർ നമുക്ക് ലോഗ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 1 എന്ന് എഴുതാം. Therefore, integrating factor is equal to e raised to integral p dx, that is equal to e raised to log of x square plus 1. So, that is equal to e raised to log എന്ന് വന്നതുകൊണ്ട് നമുക്ക് അതിന് x square plus 1 എന്ന് ആൻസർ ആയിട്ട് കിട്ടും. ഇനി സൊല്യൂഷൻ കാണാണ് y into integrating factor is equal to integral of q into integrating factor into dx എന്ന് എഴുതാം. ഇനി integral of q into this integrating factor എന്ന് പറയുമ്പോൾ integral of q into e raised to integral p dx എന്ന് വരും. That is equal to integral of qൻ്റെ വാല്യൂ കൊടുക്കുക into integrating factor x square plus 1 എന്ന് കൊടുക്കാം. So this can be written as again we can cancel x square plus 1 into x square plus 1 square root of x square plus 4 എന്ന് വരും. ഇനി ഇൻ്റഗ്രൽ ഓഫ് സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്നുള്ളത് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ആ ഇക്വേഷൻ വെച്ചിട്ട് ഇതിൻ്റെ ഇൻ്റഗ്രേഷൻ്റെ ആൻസർ നമുക്ക് ഈ രീതിയിൽ എഴുതാം. Therefore we can write, ഇവിടെ ഇക്വേഷനിൽ കൊടുക്കുക y ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറയുമ്പോൾ y ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 1 ഇസ് ഈക്വൽ ടു ജസ്റ്റ് ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഫൈനൽ ആൻസർ കിട്ടും. എല്ലാ ഫോർമുലാസും നന്നായി പഠിക്കുക. റിപ്പീറ്റ് ചെയ്ത് അത് പഠിക്കുന്നതിനനുസരിച്ചിട്ട് തറവായിട്ടും മനസ്സിൽ കിടക്കും. ഇല്ല എന്നുണ്ടെങ്കിൽ ആകെ കൺഫ്യൂഷൻ ആവും. ഏത് ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യണമെന്നും ഏത് ഫോർമുല കൊടുക്കണമെന്നും ആകെ കൺഫ്യൂഷനായിരിക്കും. ഈ ഡിഫറൻസിയേഷൻ ഇൻ്റഗ്രേഷൻ്റെ ഫോർമുലാസ് ഒന്നും പഠിക്കാണ്ട് ഒരു സ്റ്റെപ്പ് പോലും നമുക്ക് എഴുതാൻ പറ്റില്ല. ഇനി 15th question, if I plus j plus k and 2i plus 5j, 3i plus 2j minus 3k and i minus 6j minus k are the position vectors of the points a, b, c and d respectively. Find the angle between ab and cd and deduce that ab and cd are collinear. Position vectors of 4 points are given here. ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഫൈൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ എ ബി ആൻഡ് സി ഡി എന്നാണ്. സോ ആദ്യം നമ്മൾ എ ബി സി ഡി എന്താണെന്നുള്ളത് കണ്ടുപിടിക്കുക. സോ എ ബി കാണുന്നുണ്ടെങ്കിൽ ഒ ബി മൈനസ് ഒ എ ചെയ്യുക. ബി അറിയാം. ഒ ബി മൈനസ് ഒ എ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ എ ബി കിട്ടും. അതായത് ഐ പ്ലസ് 4j മൈനസ് കെ എന്ന് വരും. അതുപോലെ സി ഡി കാണുക. സി ഡി കാണുന്നുണ്ടെങ്കിൽ ഒ ഡി മൈനസ് ഒ സി ചെയ്യുക. സോ അത് ചെയ്യുമ്പോൾ മൈനസ് 2i മൈനസ് 8j പ്ലസ് 2k എന്ന് വരും. ഇനി ഇതിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് കാണാം. എ ബി ഡോട്ട് സി ഡി കാണാം. എ ബി ഡോട്ട് സി ഡി കാണാൻ ഇവിടെ കോഎഫിഷ്യൻ്റ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. 1 ഇൻറ്റു മൈനസ് 2 പ്ലസ് 4 ഇൻറ്റു മൈനസ് 8 പ്ലസ് മൈനസ് 1 ഇൻറ്റു 2 ടോട്ടൽ ചെയ്യുമ്പോൾ മൈനസ് 36 എന്ന ആൻസർ വരും. ഇനി ആംഗിൾ ബിറ്റ്വീൻ എ ബി ആൻഡ് സി ഡി കാണുന്നുണ്ടെങ്കിൽ ആദ്യം കോസ് തീറ്റ കാണാം.
കോസ് തീറ്റ കാണാൻ എ ബി ഡോട്ട് സി ഡി ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ബി ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് സി ഡി ചെയ്യാം. എ ബി ഡോട്ട് സി ഡി നമുക്ക് കിട്ടി -36 എന്ന് കൊടുക്കുക. അതുപോലെ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ബി കാണാം, മാഗ്നിറ്റ്യൂഡ് ഓഫ് സി ഡി കാണാം. മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ബി കാണുമ്പോൾ √18 എന്ന് വരും. അതുപോലെ സി ഡി കാണുമ്പോൾ √72 എന്ന് വരും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഫൈനൽ ആൻസർ -1 എന്ന് വരും. Therefore we can write theta is equal to pi എന്ന് വരും. ഇനി ഇതിൽ തന്നെ ഒരു സെക്കൻഡ് ക്വസ്റ്റ്യനും കൂടി കാണാം. ഡെഡ്യൂസ് ദാറ്റ് എ ബി ആൻഡ് സി ഡി ആർ കൊലീനിയർ. അതിന് വേണ്ടിയിട്ട് ആദ്യം എ ബി നോക്കുക. എ ബി ഈസ് ഈക്വൽ ടു I + 4j - k. അതുപോലെ സി ഡി തന്നിട്ടുണ്ട്. സി ഡി ഈസ് ഈക്വൽ ടു -2i + -8j + 2k. അതിൽ നിന്ന് നമുക്ക് സി ഡിനെ ഇങ്ങനെ എഴുതാം. -2 പുറത്തെടുത്ത് കഴിഞ്ഞാൽ -2 × I + 4j - k എന്ന് എഴുതാം. ഈ ബ്രാക്കറ്റിലുള്ള ടേം എന്ന് പറയുന്നത് എ ബി തന്നെയാണ്. Therefore we can write it as equal to -2ab. That is CD is equal to -2ab എന്ന് കിട്ടി. Therefore we can say that AB and CD are collinear. Question number 16. Find the shortest distance between these two lines. രണ്ട് ലൈൻസ് തന്നിട്ടുണ്ട്. അതിൻ്റെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കാണാൻ. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കാണാൻ രണ്ട് രീതിയിലുള്ള ഫോർമുലയുണ്ട്. കാർട്ടീഷ്യൻ ഫോർമുലയുണ്ട്, അതുപോലെ തന്നെ വെക്റ്റർ ഫോമും ഉണ്ട്. നിങ്ങൾക്ക് ഏതാണോ ഈസി ആയിട്ടുള്ളത് ആ ഫോമിൽ നമുക്ക് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കാണാം. ഇവിടെ ഞാൻ വെക്റ്റർ ഫോമിലാണ് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കാണുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് a2 - a1 ഡോട്ട് b1 ക്രോസ് b2 ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് b1 ക്രോസ് b2. അതിന് നമുക്ക് a1 അറിയണം, a2 അറിയണം, b1 അറിയണം, b2 അറിയണം. സോ a1 കാണാൻ ഈ ഇക്വേഷനിൽ നിന്ന് ന്യൂമറേറ്റർ വെച്ചിട്ട് എഴുതാം. -i - j - k എന്ന് എഴുതാം. b1 കാണുന്നുണ്ടെങ്കിൽ ഡിനോമിനേറ്ററിലെ നമ്പേഴ്സ് എടുക്കുക. 7i - 6j + k എന്ന് എഴുതാം. അതുപോലെ തന്നെ a2 കാണുന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള നമ്പേഴ്സ് സോ 3i 5j + 7k എന്ന് എഴുതാം. അതേപോലെ b2 എന്ന് പറയുമ്പോൾ ഡിനോമിനേറ്ററിൽ നമ്പേഴ്സ് എടുക്കുക. I - 2j + k എന്നെഴുതാം. ഇനി 4 വെക്റ്റേഴ്സും നമുക്ക് കിട്ടി. അതിൽ നിന്ന് a2 - a1 ജസ്റ്റ് സബ്ട്രാക്ട് ചെയ്തിട്ട് a2 - a1 കാണാം. അതുപോലെ b1 ക്രോസ് b2 കാണാം. അതിനുശേഷം മാഗ്നിറ്റ്യൂഡ് ഓഫ് b1 ക്രോസ് b2 കാണാം. അതായത് 4² + 6² + 8². അതിൻ്റെ സ്ക്വയർ റൂട്ട് കാണുമ്പോൾ മാഗ്നിറ്റ്യൂഡ് കിട്ടും. ഇനി a2 - a1 ഡോട്ട് b1 ക്രോസ് b2 കാണാം. സോ a2 - a1 അറിയാം, b1 ക്രോസ് b2 കാണാം. ഇതിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് കാണാം. Therefore ഡോട്ട് പ്രോഡക്റ്റ് കാണുമ്പോൾ -116 എന്ന് നമുക്ക് കിട്ടും. ഇതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 116 ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 116 എന്ന് വരും. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 116 എന്നുള്ളത് ആൻസറായിട്ട് കിട്ടും. ഇനി 17th ക്വസ്റ്റ്യൻ. ചെക്ക് ദ കൺസിസ്റ്റൻസി ഓഫ് ദ സിസ്റ്റം ഓഫ് ഇക്വേഷൻ ആൻഡ് സോൾവ് യൂസിങ് മെട്രിക്സ് മെത്തേഡ്. 3 ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഇക്വേഷൻ കൺസിസ്റ്റൻ്റ് ആണോ അല്ലേ എന്ന് ചെക്ക് ചെയ്യണം. അതിനാദ്യം ഡിറ്റർമിനൻറ്റ് എ കണ്ടുപിടിക്കുക. സോ മെട്രിക്സ് എഴുതാം. ഇത് വെച്ചിട്ട് ഇതിൻ്റെ കോഎഫിഷ്യൻറ്റ് വെച്ചിട്ട് നമുക്ക് ഫസ്റ്റ് മെട്രിക്സ് എ എഴുതാം. വി ക്യാൻ റൈറ്റ് ദിസ് ഇക്വേഷൻ ഇൻ ദ ഫോം ഓഫ് AX = b. അതിൽ നിന്ന് ഫസ്റ്റ് മെട്രിക്സ് എ എഴുതാം, അതുപോലെ എക്സ് എഴുതാം, ബി എഴുതാം. എ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ കോഎഫിഷ്യൻറ്റ് വെച്ചിട്ട് മെട്രിക്സ് എഴുതാം നമുക്ക്. അതായത് 1 1 1 0 1 3 1 - 2 1 എന്ന് വരും. എക്സ് എന്ന് പറയുമ്പോൾ XYZ, b = 6 11 0 എന്ന് എഴുതാം. ഇനി ഡിറ്റർമിനൻ്റ് എ കാണുമ്പോൾ നമുക്ക് 9 എന്ന് കിട്ടും, വിച്ച് ഈസ് നോട്ട് ഈക്വൽ ടു 0. Therefore we can say that it is consistent and it has solution എന്ന് നമുക്ക് പറയാം. ആൻഡ് വി ക്യാൻ റൈറ്റ് x = A ഇൻവേഴ്സ് ഓഫ് ബി. ഇനി A ഇൻവേഴ്സ് കാണുന്നുണ്ടെങ്കിൽ ഇക്വേഷൻ യൂസ് ചെയ്യുക. A ഇൻവേഴ്സ് = 1 / ഡിറ്റർമിനൻ്റ് ഓഫ് A × അഡ്ജോയിൻറ്റ് A. അതിന് വേണ്ടിയിട്ട് അഡ്ജോയിൻറ്റ് A കണ്ടുപിടിക്കുക. ദെൻ ഇക്വേഷനിൽ കൊടുക്കുക. x = 1 / ഡിറ്റർമിനൻ്റ് ഓഫ് A എന്ന് പറയുമ്പോൾ 1/9 ഇൻറ്റു അഡ്ജോയിൻറ്റ് ഓഫ് A വാല്യൂ ഇവിടെ കൊടുക്കുക, ഇൻറ്റു ബിയുടെ വാല്യൂ കൊടുക്കുക 6 11 0. Therefore ഫൈനൽ ആൻസർ നമുക്ക് മെട്രിക്സ് 1 2 3 എന്ന് കിട്ടും. Therefore we can write x = 1, y = 2 and z = 3. ഇതൊക്കെ ജസ്റ്റ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് തന്നെയാണ്. കൺസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, എങ്ങനെയാണ് ഒരു മെട്രിക്സിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുക, ഇതൊക്കെ അറിയാമെങ്കിൽ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 18th ക്വസ്റ്റ്യൻ. ദ ഫംഗ്ഷൻ f of x = x + cos x is dash. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഫംഗ്ഷൻ തന്നിട്ടുള്ളത് f of x = x + cos x എന്നാണ്. x + cos xൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് കാണുമ്പോൾ f' കാണുമ്പോൾ നമുക്ക് 1 - sin x എന്നാണ് വരിക. sin x എന്ന് പറയുന്നത് ഓൾവേസ് <= 1 ആണ്. സോ ഈ 1 - sin x എന്ന് പറയുന്നത് ആൻസർ എപ്പോഴും > 0 വരും. അതായത് f' <= 0 മീൻസ് ഫംഗ്ഷൻ ഈസ് ഇൻക്രീസിങ് ഫംഗ്ഷൻ എന്ന് പറയാം. ഓപ്ഷൻ നമ്പർ എ ഓൾവേസ് ഇൻക്രീസിങ് എന്നുള്ളത് ആൻസറായിട്ട് എഴുതാം.
ഇനി അതിൻ്റെ സെക്കൻഡ് പാർട്ട് ചോദിച്ചിട്ടുള്ളത് ദ റേഡിയസ് ഓഫ് എൻ എയർ ബബിൾ ഇസ് ഇൻക്രീസിംഗ് അറ്റ് ദ റേറ്റ് ഓഫ് 1/2 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് അറ്റ് വാട്ട് റേറ്റ് ഇസ് ദ വോളിയം ഓഫ് ദ ബബിൾ ഇൻക്രീസിംഗ് വെൻ ദ റേഡിയസ് ഇസ് 1 സെൻറ്റിമീറ്റർ. ഓക്കെ, സോ ഇവിടെ നമുക്ക് റേഡിയസ് ഓഫ് എൻ എയർ ബബിൾ ആണ്. അപ്പം നമുക്ക് അതിൻ്റെ വോളിയം എന്ന് പറയുന്നത് 4/3 πr³ എന്ന് എഴുതാം. ഇവിടെ തന്നിട്ടുള്ള റേറ്റ് അറ്റ് ദ റേറ്റ് ഓഫ് 1/2 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് ആണ്. Therefore we can write dr by dt is equal to 1/2. ഇനി ഇതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് കാണാം വിത്ത് റെസ്പെക്ട് ടു ടി. dv by dt is equal to 4/3 പൈ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് 4/3 പൈ എന്ന് തന്നെ എഴുതാം. r² എന്നുള്ളതിൻ്റെ ഡെറിവേറ്റീവ് r³ എന്നുള്ളതിൻ്റെ ഡെറിവേറ്റീവ് 3r² എന്ന് എഴുതാം. വിത്ത് റെസ്പെക്ട് ടു ടി ആയതുകൊണ്ട് ഇൻറ്റു dr by dt എന്ന് എഴുതാം. ഇനി ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്കിവിടെ 3 ക്യാൻസൽ ചെയ്ത് കളയാം. സോ 4 പൈ ഇൻറ്റു റേഡിയസ് 1 ആണ്. സോ 4 പൈ ഇൻറ്റു 1 എന്ന് വരും. ഇൻറ്റു dr by dt 1/2 എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 പൈ സെൻറ്റിമീറ്റർ³ പെർ സെക്കൻഡ് എന്ന് കിട്ടും. ഇനി അതിൽ തന്നെ തേർഡ് ക്വസ്റ്റ്യൻ എടുക്കുക. ഫൈൻഡ് ദ ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമം ഓഫ് ദ ഫംഗ്ഷൻ. ഫംഗ്ഷൻ തന്നിട്ടുള്ളത് f(x) ഈക്വൽ ടു -x³ + 12x + 5. സോ ആദ്യം f(x) എഴുതാം. അതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് കാണാം, സെക്കൻഡ് ഡെറിവേറ്റീവ് കാണാം. f'(x) എന്ന് പറയുമ്പോൾ -3x² + 12 എന്ന് വരും. f'(x) എന്ന് പറയുമ്പോൾ -6x എന്ന് കിട്ടും. ഇനി f'(x) ഈക്വൽ ടു 0 വരുമ്പോൾ -3x² + 12 ഈക്വൽ ടു 0 എന്ന് എഴുതാം. അത് സോൾവ് ചെയ്യുമ്പോൾ x² ഇസ് ഈക്വൽ ടു 4 എന്ന് വരും. അതായത് x ഈക്വൽ ടു +or-2 എന്ന് നമുക്ക് കിട്ടും. അതായത് വെൻ x ഇസ് ഈക്വൽ ടു ഈ ഓരോ വാല്യൂസിനും x ഈക്വൽ ടു 2 വരുമ്പോഴും അതുപോലെ തന്നെ x ഈക്വൽ ടു -2 വരുമ്പോഴും അതിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് എന്ത് വരുന്നു എന്ന് നോക്കിയിട്ടാണ് ഫംഗ്ഷൻ മാക്സിമം ആണോ മിനിമം ആണോ എന്ന് നമ്മൾ പറയുന്നത്. ഇനി x ഈക്വൽ ടു 2 വരുമ്പോൾ f'(2) കണ്ടു നോക്കുക. f'(2) എന്ന് പറയുമ്പോൾ -6 × 2 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു -12 എന്നാണ് നമുക്ക് വരുന്നത്. അതായത് വിച്ച് ഇസ് ലെസ് ദാൻ 0 എന്ന് നമുക്ക് എഴുതാം. അത് ലെസ് ദാൻ 0 ആയതുകൊണ്ട് ഫംഗ്ഷൻ എന്തായിരിക്കും, മാക്സിമം ആയിരിക്കും എന്ന് പറയാം. ആൻഡ് മാക്സിമം വാല്യൂ കാണാൻ f(2) കണ്ടുപിടിക്കുക. Therefore f(2) is equal to -2³ ഈ f(x) എന്നുള്ള ഇക്വേഷനിൽ കൊടുക്കുക. -2³ + 12 × 2 + 5 എന്ന് എഴുതാം. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 21 എന്ന് വരും. അതാണ് f(2). ഇനി അതേപോലെ തന്നെ x ഈക്വൽ ടു -2 വരുമ്പോൾ f'' സെക്കൻഡ് ഡെറിവേറ്റീവ് എന്ത് വരുന്നു എന്ന് നോക്കാം. f'(-2) എന്ന് പറയുമ്പോൾ -6 × -2 എന്ന് വരും. അതായത് പോസിറ്റീവായിട്ടാണ് വരുന്നത്. വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ 0 എന്ന് നമുക്ക് എഴുതാം. ഗ്രേറ്റർ ദാൻ 0 ആയതുകൊണ്ട് ഫംഗ്ഷൻ എന്തായിരിക്കും, മിനിമം ആയിരിക്കും എന്ന് പറയാം. Therefore f(x) is minimum ആൻഡ് മിനിമം വാല്യൂ കാണാൻ f(-2) കണ്ടുപിടിക്കാം. f(-2) കാണുമ്പോൾ നമുക്ക് -11 എന്ന് കിട്ടും. Therefore we can say that f(2) is equal to 21 and f(-2) is equal to -11 and local maxima is equal to 21 and local minima is equal to -11 എന്ന് പറഞ്ഞിട്ട് ആൻസർ എഴുതാം. ഇനി 19th ക്വസ്റ്റ്യൻ ഇൻ്റഗ്രേഷൻ എന്നാണ്. ഇൻ്റഗ്രൽ കാണാൻ ഇൻ്റഗ്രൽ ഓഫ് 1 - cos x by cos square x. സോ നമ്മൾ ഈ ഇക്വേഷൻ ഒന്ന് ജസ്റ്റ് റീഅറേഞ്ച് ചെയ്യുക. For this equation can be written as 1 / cos square x minus second term നമുക്ക് sin x by cos x into cos x എന്ന് എഴുതാം. അതായത് 1 / cos square x എന്ന് പറയുമ്പോൾ sec square x ആണ്. sec square xൻ്റെ ഇൻ്റഗ്രൽ നമുക്കറിയാം tan x. അതുപോലെ തന്നെ sec x tan xൻ്റെ ഇൻ്റഗ്രൽ നമുക്കറിയാം sec x. സോ ഫൈനൽ ആൻസർ നമുക്ക് tan x - sec x + c എന്ന് എഴുതാം. ഇനി അതിൽ തന്നെ സെക്കൻഡ് പാർട്ട് ചോദിച്ചിട്ടുള്ളത് ഇൻ്റഗ്രൽ ഓഫ് e⁻x × x² + 1 ഡിവൈഡഡ് ബൈ x + 1 ഹോൾ സ്ക്വയർ. ഈ ഇക്വേഷനും ഒരുപാട് പേരൊന്നും ചെയ്തിട്ടില്ല. പലർക്കും സ്റ്റക്കായി പോയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ബ്രാക്കറ്റിനുള്ളത് x² + 1 ഒന്ന് മാറ്റി എഴുതാം. x² + 1 നമുക്ക് x² - 1 + 2 എന്ന് എഴുതാം. അതിന് വീണ്ടും നമ്മൾ x² - 1 ഒരു ഗ്രൂപ്പ് ആക്കിയിട്ട് എടുത്തിട്ട് a² - b² എന്നുള്ള ഫോർമുല അപ്ലൈ ചെയ്യുക. Therefore we will get x + 1 × x - 1 എന്ന് നമുക്കിവിടെ മാറ്റി എഴുതാം. +2 സെപ്പറേറ്റ് ആക്കിയിട്ട് എഴുതാം. ഇനി ഇത് 2 ടേം ആക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതാം. Therefore we can write this as x + 1 × x - 1 divided by x + 1 square plus 2 by x + 1 whole square എന്ന് എഴുതാം. ഇതിൽ നിന്ന് x + 1 നമുക്ക് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിൽ നിന്നും ഒരെണ്ണം കട്ട് ചെയ്യാം. റിമൈനിങ് വരുന്നത് x - 1 by x + 1 എന്ന് വരും. +2 by x + 1 whole square എന്ന് വരും. e⁻x അങ്ങനെ തന്നെ എഴുതാം. ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ x - 1 by x + 1ൻ്റെ ഡെറിവേറ്റീവ് ആണ് 2 by x + 1 whole square. അതായത് ഇവിടെ വരുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ ഓഫ് f(x) + f'(x) എന്നുള്ള രൂപത്തിലാണ് ഇൻറ്റു e⁻x dx. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിൻ്റെ ഇൻ്റഗ്രേഷൻ്റെ ആൻസർ e⁻x × f(x) എന്ന് പറഞ്ഞിട്ട് ഒരു ഫോർമുലയുണ്ട്.
അപ്പോൾ ആ ഫോർമുല അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഫൈനൽ ആൻസർ എഴുതാം. ഇ റേസ് ടു എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ്, അതായത് ഇ റേസ് ടു എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 1 എന്ന് എഴുതാം, പ്ലസ് സി. അതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇനി തേർഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഇൻ്റഗ്രൽ ഓഫ് എഫ് 5x + 3 ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 4x പ്ലസ് 10 ഇൻറ്റു ഡി എക്സ്. ഇതും ഇൻ്റഗ്രേഷനിൽ നമ്മൾ പറയുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇവിടെ ഡിനോമിനേറ്ററിൽ സ്ക്വയർ റൂട്ടിൻ്റെ ഉള്ളിൽ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇത് സോൾവ് ചെയ്യാനായിട്ട് ആദ്യം ന്യൂമറേറ്റർ ടേം എടുക്കുക. 5x + 3 = a ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദ ഡിനോമിനേറ്റർ, അതായത് a ഇൻറ്റു ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ 2x + 4 + b എന്ന് എഴുതാം. അതിൽ നിന്ന് എയുടെ ബിയുടെയും വാല്യൂ കണ്ടുപിടിക്കുക. സോ പുട്ട് x = -2, x = -2 കൊടുക്കുമ്പോൾ a ടേം പോവും. ദെർഫോർ വി വിൽ ഗെറ്റ് b = -7. ഇനി ജസ്റ്റ് കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് കമ്പയർ ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് 5 = 2a എന്ന് വരും. അതിൽ നിന്ന് എയുടെ വാല്യൂ കണ്ടുപിടിക്കാം. a = 5/2 എന്ന് എഴുതാം. ഇനി എയുടെയും ബിയുടെയും വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളത് ഈ ഇക്വേഷനിൽ കൊടുക്കാം. a ഇൻറ്റു 2x + 4 + b എന്നുള്ളതിൻ്റെ സ്ഥാനത്ത് എക്ക് പകരം 5/2 കൊടുക്കുക, ബിയുടെ പ്ലേസിൽ -7 കൊടുക്കുക. ഓക്കെ, സോ ഈ ന്യൂമറേറ്ററിലുള്ള ഈ ടേം 5x + 3 എന്നുള്ള സ്ഥാനത്ത് ഈ ഇക്വേഷൻ നമുക്ക് അപ്ലൈ ചെയ്യാം. Therefore, we will get 5/2 into 2x + 4 minus 7 into dx divided by square root of x square plus 4x plus 10 എന്ന് എഴുതാം. ഇനി 5/2 കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് 5/2 നമുക്ക് ഔട്ട്സൈഡ് എഴുതാം. 5/2 ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് ഈ ടേം അതുപോലെ തന്നെ എഴുതാം. 2x + 4 ബൈ സ്ക്വയർ റൂട്ട് ഓഫ് ആ ടേമൊക്കെ അതുപോലെ തന്നെ എഴുതി -7 ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് 1 ബൈ സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 4x പ്ലസ് 10 എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഇനി ഇതിൽ ഓരോ ടേമും ഇതിൽ ഓരോ ടേമിനും നമുക്കിനി I1 I2 ആയിട്ട് എടുക്കാം. 5/2 ഇൻറ്റു I1 -7 ഇൻറ്റു I2 എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഇനി I1 I2 രണ്ടും സെപ്പറേറ്റ് ആയിട്ട് കാണാം. I1 കാണുമ്പോൾ ഇൻ്റഗ്രൽ ഓഫ് 2x + 4 ബൈ സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 4x പ്ലസ് 10, അതായത് ഈ ന്യൂമറേറ്ററിലുള്ള ടേം എന്ന് പറയുന്നത് ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് ആണ്. എക്സ് സ്ക്വയർ പ്ലസ് 4x പ്ലസ് 10ൻ്റെ ഡെറിവേറ്റീവ് ആണ് 2x + 4 എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ ഇൻ്റഗ്രേഷൻ കാണുമ്പോൾ 2 ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 4x പ്ലസ് 10 എന്ന് എഴുതാം. ഇതും ഓരോരോ ചെറിയ ഷോർട്ട് കട്ടാണ്. ഇതുപോലുള്ള കുഞ്ഞു ഷോർട്ട് കട്ടുകൾ എപ്പോഴും നമ്മൾ ഓർമ്മിച്ച് വെക്കണം, എന്നാലേ പെട്ടെന്ന് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിൽ ചെയ്തിട്ട് ഇതൊക്കെ ചെയ്ത് കണ്ടുപിടിച്ച് വരുമ്പോഴത്തേക്കും ഒരുപാട് സമയം പോകും. പിന്നെ അവസാനം എക്സാമിനേഷന് നിങ്ങൾക്ക് മറ്റുള്ള ക്വസ്റ്റ്യൻസ് എഴുതാനുള്ള സമയം കിട്ടിയെന്ന് വരില്ല. ഇനി ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് I2 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ x സ്ക്വയർ പ്ലസ് 4x പ്ലസ് 10 ആണ് തന്നിട്ടുള്ളത്. അതിന് നമുക്ക് x സ്ക്വയർ പ്ലസ് 4x പ്ലസ് 4 പ്ലസ് 6 എന്ന് എഴുതാം. അതായത് x + 2 സ്ക്വയർ പ്ലസ് √6 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഇനി അവിടെയും നമ്മൾ വേറൊരു ഇക്വേഷനാണ് അപ്ലൈ ചെയ്യുന്നത്. ഇൻ്റഗ്രൽ ഓഫ് 1 ബൈ സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 4x പ്ലസ് 10 എന്നാണ്. ഇവിടെ നമ്മൾ ഇൻ്റഗ്രൽ ഓഫ് 1 ബൈ സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് a സ്ക്വയർ എന്നുള്ള ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. So that is equal to log of x + 2 plus square root of x + 2 square plus root of 6 square. ഇനി ഇതിനെ വീണ്ടും നമ്മൾ ഈ ഇക്വേഷനെ പഴയ രൂപത്തിലോട്ട് തന്നെ ആക്കുക. ഈ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് 4x പ്ലസ് 10 തന്നെയാണ്. അപ്പോൾ നമുക്ക് ലോഗ് ഓഫ് x + 2 പ്ലസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 4x പ്ലസ് 10 പ്ലസ് c എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ നമുക്ക് I1 കിട്ടി, I2 കിട്ടി. ലാസ്റ്റ് സ്റ്റെപ്പിൽ I = 5/2 I1 -7 I2 എന്നുള്ള ഇക്വേഷനിൽ ഈ കിട്ടിയിട്ടുള്ള I1ൻ്റെയും അതുപോലെ തന്നെ നമുക്ക് കിട്ടിയ I2ൻ്റെയും വാല്യൂ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഫൈനൽ ആൻസർ എഴുതാം. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ, കൺസിഡർ ദ പോയിൻറ്റ്സ് A1 2 -3 B = -1 -2 1. ഫൈൻഡ് എ യൂണിറ്റ് വെക്റ്റർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് AB. യൂണിറ്റ് വെക്റ്റർ കാണാൻ AB ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് AB ചെയ്യുക. സോ AB കാണാൻ OB - OA ചെയ്തിട്ട് AB കണ്ടുപിടിക്കാം. സോ OB - OA ചെയ്യുമ്പോൾ -2i -4j + 4k എന്ന് വരും. ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കാണുമ്പോൾ 2 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ, അതായത് √36 എന്ന് വരും, അതായത് 6 എന്ന് വരും. സോ AB യൂണിറ്റ് വെക്റ്റർ കാണാൻ -2i -4j + 4k ഡിവൈഡഡ് ബൈ 6 എന്ന് എഴുതാം. ഇനി അതിൽ തന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, AB 2 വെക്റ്റർ തന്നിട്ടുണ്ട്. ഷോ ദാറ്റ് A + B ആൻഡ് A - B ആർ പെർപെൻഡിക്കുലർ. AB തന്നിട്ടുണ്ട്, അതൊന്ന് A + B കാണാം, അതുപോലെ തന്നെ A - B കാണാം. രണ്ടും കണ്ടുപിടിക്കുക. A + B എന്ന് പറയുമ്പോൾ 6i + 2j - 8k എന്ന് വരും. A - B എന്ന് പറയുമ്പോൾ 4i - 4j + 2k എന്ന് വരും. രണ്ടിനും ഡോട്ട് പ്രോഡക്റ്റ് കാണാം. ഡോട്ട് പ്രോഡക്റ്റ് = 0 ആണെങ്കിൽ നമുക്ക് പറയാം A + B ആൻഡ് A - B ആർ പെർപെൻഡിക്കുലർ എന്ന് പറയാം. Therefore, സെക്കൻഡ് ആൻസർ കിട്ടി. ഇനി തേർഡ് ആൻസർ എന്ന് പറയുന്നത് ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ പാരലലോഗ്രാം ഹൂസ് അഡ്ജസൻറ്റ് സൈഡ്സ് ആർ ഡിറ്റർമിൻഡ് ബൈ ദ വെക്ടേഴ്സ്. വെക്ടർ A തന്നിട്ടുണ്ട്, വെക്ടർ B തന്നിട്ടുണ്ട്. ഏരിയ ഓഫ് ദ പാരലലോഗ്രാം കാണണമെന്നുണ്ടെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് A × B കാണാം.
സോ എ ക്രോസ് ബി എഴുതാം. ഐ ജെ കെ രണ്ട് വെക്ടേഴ്സിൻ്റെയും കോഎഫിഷ്യൻ്റ് നോക്കിയിട്ട് വാല്യൂസ് ഇവിടെ കൊടുത്തിട്ട് ഡിറ്റർമിനൻറ്റിൻ്റെ വാല്യൂ കണ്ടുപിടിക്കും. Therefore a cross b equal to 20i plus 5j minus 5k എന്ന് എഴുതാം. ഏരിയ ഓഫ് ദ പാരലലോഗ്രാം കാണാൻ മോഡുലസ് ഓഫ് എ ക്രോസ് ബി ചെയ്താൽ മതി. മോഡുലസ് ഓഫ് എ ക്രോസ് ബി ചെയ്യുമ്പോൾ 2d² പ്ലസ് 5² പ്ലസ് 5², അതായത് √450 എന്ന് വരും. അതർവൈസ് വി ക്യാൻ റൈറ്റ് ഇറ്റ് as 5 × √2 സ്ക്വയർ യൂണിറ്റ്സ് എന്ന് എഴുതാം. ഓക്കെ, എന്തായാലും ഇപ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. പ്രതീക്ഷിക്കാത്ത ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. ഇനിയും നിങ്ങൾക്ക് ഏതെങ്കിലും സെക്ഷൻസോ അല്ലെങ്കിൽ ഏതെങ്കിലും ചാപ്റ്റേഴ്സോ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലനേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസോ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.